ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇദ്ദേഹത്തിന് ഇപ്പൊ പ്രായമായി, എന്നാൽ പണ്ട് ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് പോൾ എന്നാണ്. ഇയാളിപ്പം ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഇയാളെപ്പോൾ തന്നെ വേറെയും കുറെ പ്രായമായ ആൾക്കാർ അവിടെ ഉണ്ട്. എല്ലാ ദിവസവും പകൽ സമയത്ത് ആ ഓൾഡ് ഏജ് ഹോമിന്റെ പരിസരത്തുള്ള ഒരു കാട്ടിലേക്ക് പോകുന്നത് ഇയാളുടെ ഒരു പതിവാണ്. ആ കാട്ടിലായിട്ടൊരു ഷെഡ് ഉണ്ട്, അവിടേക്കാണ് ഇയാൾ പോകാറുള്ളത്. പല ആൾക്കാരും അയാൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും പോൾ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഓൾഡ് ഏജ് ഹോമിൽ എല്ലാവരും കൂടെ ടി-വിയിൽ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രണയ സീനാണ് കാണുന്നത്. എന്നാൽ ഇത് കണ്ടുകൊണ്ടു തന്നെ പോളിന് വല്ലാത്ത സങ്കടം വരാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ കരയാണ്. അയാളുടെ തൊട്ടടുത്തായിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. എല്ലി എന്നാണ് ഇവളുടെ പേര്. അയാൾ കരയുന്ന കാണുമ്പോൾ എല്ലി അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ എന്തിനാണ് അയാൾ കരഞ്ഞത് എന്ന കാര്യമൊന്നും അയാൾ എല്ലിയുടെ അടുത്ത് പറയുന്നില്ല. എന്നാൽ എല്ലി വിടുവോ? അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവളും അയാളുടെ പുറകെ പോയി. എന്നിട്ട് അവളിപ്പം അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ ടി-വിയിലെ പരിപാടി കണ്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് കരഞ്ഞത് എന്നാണ് എല്ലി ചോദിക്കുന്നത്. ഈ സമയം നമ്മുടെ പോൾ ഒരു കഥ പറയാണ്. ഇയാൾ പണ്ട് പോലീസായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇയാൾ ജോലി ചെയ്തിരുന്നത് ഒരു ജയിലിലാണ്. അവിടെ ഗ്രീൻ മൈൽ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെയൊക്കെ ആ സെക്ഷനിലാണ് ഇടുന്നത്. അവിടെയാണ് പോൾ ജോലി ചെയ്തിരുന്നത്. ആ കാലത്ത് നടന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ് പോൾ ഇപ്പൊ എല്ലിയുടെ അടുത്ത് പറയുന്നത്. വർഷം 1935. ഈ കാലഘട്ടങ്ങളിലാണ് ഈ കഥ നടക്കുന്നത്. പോൾ ഇപ്പം ഗ്രീൻ മൈൽ എന്ന സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പോളാണ് അവിടുത്തെ ഇൻചാർജ്. അയാളുടെ കീഴിലായിട്ട് 2-3 പോലീസുകാർ വേറെയും ഉണ്ട്. ഈ കാലഘട്ടങ്ങളിൽ പോളിനൊരു അസുഖം ഉണ്ടായിരുന്നു. അതായത് അയാളുടെ യൂറിനറി ബ്ലാഡറിൽ ഒരു ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാനൊക്കെ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ലാത്ത പെയിൻ വരും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ചൊരു പ്രതി അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ജോൺ കോഫി എന്നാണ് ആ പ്രതിയുടെ പേര്. അവിടുത്തെ ഒരു ഓഫീസറായ പേഴ്സി എന്ന് പറയുന്ന ഒരാളാണ് ജോണിനെ ഇപ്പം ആ ഗ്രീൻ മൈൽ എന്ന സെക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പേഴ്സി എന്ന് പറയുന്നവൻ വളരെ വൃത്തികെട്ടവനാണ്. ഒരു സാഡിസ്റ്റ് ആണ് ഇയാള്. മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിച്ചിട്ട് അതിൽ ഇയാൾ സന്തോഷം കണ്ടെത്തും. അതിനുവേണ്ടി പല ജയിൽ പുള്ളികളെയും തരം കിട്ടുമ്പോഴൊക്കെ ഇയാൾ ഉപദ്രവിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ജോൺ കോഫിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഡെഡ് മാൻ വാക്കിംഗ് എന്നാണ്. മരിച്ച മനുഷ്യൻ നടക്കുന്നു. ഇനിയിപ്പോൾ ജോൺ കോഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു ശരീരമായിരുന്നു അയാൾക്ക്. മാത്രമല്ല കണ്ടാൽ തന്നെ പേടിയാവും. അതുകൊണ്ട് തന്നെ കയ്യിലും കാലിലും ഒക്കെ വിലം കിട്ടിട്ടാണ് പേഴ്സി അയാൾ അങ്ങോട്ട് കൊണ്ടിരുന്നത്. അയാൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ പോളിനും ടീമിനും ശരിക്കും ടെൻഷനുണ്ട്. എങ്ങാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഇയാൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ വിചാരിച്ചാൽ പോലും അയാളെ കീഴടക്കാൻ പറ്റത്തില്ല. ഇയാളിപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് 2 ചെറിയ പെൺകുട്ടികളെ കൊന്നതിനാണ്. അതും റേപ്പ് ചെയ്ത് കൊന്നതിന്. അങ്ങനെ അവരയാളെ സെല്ലിലേക്ക് കയറ്റി. വാതിലടയ്ക്കാൻ നേരത്ത് ജോൺ കോഫിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ: ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കരുതെന്ന്. കാരണം ഇരുട്ടനയാൾക്ക് ഭയങ്കര പേടിയാണ്. അയാൾ ആ ആവശ്യം പറയുമ്പം പോള് പറയുന്നത് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇവിടെ ഏത് സമയം ലൈറ്റ് ഉണ്ടാവുന്നതാണ്. അങ്ങനെ അവർ സെല്ല് പൂട്ടി. ഈ സമയം പോള് നോക്കുമ്പോൾ ജോൺ കോഫി വല്ലാതെ കരയാണ്. മാത്രമല്ല അയാൾ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പിറുപിറുക്കുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് പോൾ അയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോൾ ഇപ്പം കോഫിയുടെ ആ കേസ് ഫയൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ചെറിയ പെൺകുട്ടികളെയാണ് അയാൾ റേപ്പ് ചെയ്ത് കൊന്നതിൽ എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ ആ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും നോക്കുമ്പോൾ കുട്ടികളെ വീട്ടിൽ കാണുന്നില്ല. അവരവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ വീടിന്റെ പല ഭാഗങ്ങളായിട്ട് ചോര കാണുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ആ കുട്ടികൾ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ അവിടെ കൂടി. അവരിപ്പം ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് അവരൊരു കായലിന്റെ അടുത്തെത്തി. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഈ ജോൺ കോഫി ആ 2 പെൺകുട്ടികളെയും കെട്ടിപ്പിടിച്ച് കരയാണ്. ആ 2 പെൺകുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ചോര വരുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ദേഹത്തും മൊത്തം ചോരയാണ്. ആ കുട്ടികളാണെങ്കിൽ മരിക്കുകയും ചെയ്തു. അയാളിങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ ദേഷ്യത്തോടെ ചെന്നിട്ട് അയാളെ പിടിച്ചിടിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു രീതിയിലും അയാൾ പ്രതികരിച്ചില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് കോടതി അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതാണ് ആ കേസ് ഫയലിൽ ഉണ്ടായിരുന്നത്. പോളിപ്പം ആ കേസ് ഫയലൊക്കെ വായിക്കുമ്പോൾ ആ ജയിലിലെ വാർഡൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇയാളുടെ പേര് എഡ് എന്നാണ്. ജയിലിലെ വാർഡനേക്കാൾ ഉപരി ഈ എഡ് എന്ന് പറയുന്നത് പോളിന്റെ നല്ലൊരു സുഹൃത്തും കൂടെയാണ്. ഇവരിങ്ങനെ പരസ്പരം ഫാമിലി കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം എഡ് അങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് അയാളുടെ ഭാര്യയായ മെലിൻഡയുടെ കാര്യമാണ്. അയാളുടെ ഭാര്യയ്ക്ക് ഈയിടെയായിട്ട് വല്ലാത്തൊരു തലവേദന വരുന്നുണ്ട്. രാത്രിയാവുമ്പോൾ ഈ തലവേദന കാരണം അവൾ വല്ലാത്ത കരച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ സ്കാനിങ്ങിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ സങ്കടത്തോടെ എഡ് ഇപ്പോൾ പോളിൻ്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ തലവേദനയല്ലേ, അത് പല കാരണങ്ങൾ കൊണ്ട് വരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, സ്കാൻ ചെയ്യുമ്പോൾ അതിലൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോൾ എഡിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സമയം രാത്രിയായി. പോൾ ഇപ്പോൾ വീട്ടിലാണ്. തൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പോൾ അയാളുടെ ഭാര്യയായ ജാനിൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം എഡിൻ്റെ ഭാര്യ മെലിൻഡയെ കുറിച്ചിട്ടാണ് പോൾ ആദ്യം അവളുടെ അടുത്ത് പറയുന്നത്. മാത്രമല്ല പുതിയതായിട്ട് വന്ന ജോൺ കോഫിയെ കുറിച്ചിട്ടും അയാൾ പറയുന്നുണ്ട്.
അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രോബ്ലം ഇല്ലേ, നിങ്ങളുടെ ഈ മൂത്ര സംബന്ധമായ പ്രശ്നം, നിങ്ങൾക്ക് ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ ബിഷപ്പിന്റെ കാര്യമല്ലേ നീ പറയുന്നത്, പുള്ളിയെ ഞാൻ എത്ര തവണ കണ്ടതാണ്, ഓരോ തവണ ചെല്ലുമ്പോഴും അയാൾ മരുന്ന് എഴുതി തരും, എന്നിട്ട് ഇതുവരെ അത് കഴിച്ചിട്ട് എനിക്ക് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ, അതുകൊണ്ട് എനിക്കിപ്പോൾ ആ പ്രതീക്ഷയൊക്കെ പോയി എന്നാണ് പോള് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം പോളും കൂട്ടരും ജയിലിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് പുതിയൊരു അതിഥി വരുന്നത്. അതൊരു ചെറിയ എലിയായിരുന്നു. ഒരു പേടിയില്ലാതെ ആ എലി ഇങ്ങനെ അവിടെ കറങ്ങി നടക്കുകയാണ്. അത് കാണുമ്പോൾ പോളിനും കൂട്ടർക്കും വളരെ കൗതുകമായി. ഈ സമയം ഹോവൽ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ആ എലിക്ക് ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണം കൊടുക്കുന്നു. അതാണെങ്കിൽ കൂളായിട്ട് വന്നിട്ട് തിന്നിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ എലി നേരെ പോകുന്നത് അവിടെയുള്ള ഒരു സ്റ്റോർ റൂമിന്റെ അകത്തേക്കാണ്. ഇതൊരു സ്റ്റോർ റൂം മാത്രമല്ല, ഇതൊരു ഡാർക്ക് റൂം കൂടെയാണ്. ഈ വളരെ വയലന്റ് ആവുന്ന പ്രതികളെയൊക്കെ അതിൻ്റെ അകത്തിട്ട് പൂട്ടാറുണ്ട്. എന്നാൽ ഇപ്പം അതൊരു സ്റ്റോർ റൂമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ എലി അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം അതിനങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പോളും കൂട്ടരും ആ സ്റ്റോർ റൂം തുറന്നിട്ട് അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും വെളിയിലേക്ക് ഇട്ടു. എന്നാൽ ആ റൂമിൽ എവിടെയും ആ എലിയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും അത്ഭുതമായി. അത് എവിടേക്ക് പോയി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് ഒരു ദിവസം ആ എലി നേരെ ചെന്ന് വിടുന്നത് പേഴ്സിയുടെ മുന്നിലാണ്. അത് കണ്ട ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന ഹാരി എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ അതിന് തിന്നാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. ആ എലി അങ്ങോട്ട് വന്നിട്ട് ആ ബിസ്ക്കറ്റൊക്കെ തിന്നുന്ന കാണുമ്പോൾ പേഴ്സിക്ക് ഭയങ്കര ദേഷ്യമായി. പേഴ്സി ഉടനെ തന്നെ അവന്റെ കയ്യിലുള്ള വടിയെടുത്തിട്ട് ആ എലിക്ക് നേരെ എറിഞ്ഞു. എന്നാൽ എലി ആണെങ്കിൽ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അത് ആ സ്റ്റോർ റൂമിലേക്കാണ് കയറുന്നത്. എന്നാൽ പേഴ്സി വിടോ, എങ്ങനെയെങ്കിലും അതിനെ കൊന്നേ അടങ്ങൂ എന്ന വാശിയിലാണ് അയാൾ വേഗം ചെന്നിട്ട് ആ സ്റ്റോർ റൂമിലുള്ള മുഴുവൻ സാധനങ്ങളും വെളിയിലേക്ക് ഇട്ടു. വല്ലാതെ ബഹളം വെച്ചുകൊണ്ടാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ബഹളം കേട്ട് പോളും ഹോവലും അങ്ങോട്ട് ഓടിയെത്തി. എന്നാൽ പേഴ്സി ആണെങ്കിൽ ആ എലിയെ കണ്ടെത്തി അടങ്ങൂ എന്ന വാശിയിൽ തന്നെയാണ്. എന്നാൽ അവിടെ എവിടെ സെർച്ച് ചെയ്തിട്ടും അയാൾക്കും ആ എലിയെ കാണാൻ സാധിച്ചില്ല. പക്ഷെ എങ്കിലും അയാൾ വീണ്ടും വീണ്ടും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ഹോവലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ഉടനെ തന്നെ ചെന്നിട്ട് പേഴ്സിയുടെ കഴുത്തിനൊടിക്കുന്നു. ഇവർക്ക് ആർക്കും ഈ പേഴ്സി ഇഷ്ടമല്ല. എന്നാൽ അയാൾ ഒരു കീഴ്ജീവനക്കാരനാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരൊന്നും അനുസരിക്കാതെ അയാൾ സ്വയം ഇഷ്ടത്തിന് നടക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ ഗവർണർ എന്ന് പറയുന്നത് ഇയാളുടെ അളിയനാണ്. അതുകൊണ്ട് ഇയാൾക്ക് എന്തും ചെയ്യാം എന്നൊരു ഭാവമാണ്. ഇപ്പം തന്നെ ഹോവൽ അവൻ്റെ കഴുത്തിന് പിടിച്ച് പാവം പറയുന്നത്, പിടിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നാളെ നിന്റെ ജോലി കാണത്തില്ല എന്നാണ്. പേഴ്സി പറഞ്ഞത് ചെയ്യും എന്ന കാര്യം ഹോവലിനും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ അവൻ്റെ പിടിവിട്ടു. പക്ഷെ എങ്ങനെയെങ്കിലും പേഴ്സി ആ ജയിലിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് അവിടെയുള്ള എല്ലാ ഓഫീസേഴ്സിൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് ആ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വധശിക്ഷയ്ക്ക് വിധിച്ച ആൾക്കാരെ മാത്രമാണ് ഈ സെല്ലിലിടുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ വധശിക്ഷ നടക്കാറുള്ളത്. ഈ വധശിക്ഷ നടക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ ഒരു റിഹേഴ്സൽ എടുക്കും. അവിടെയുള്ള ഏതെങ്കിലും ഒരു ജയിൽ പുള്ളിയെ വെച്ചിട്ടാണ് അവർ ആ കാര്യം റിഹേഴ്സൽ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ തൂക്കിക്കൊല്ലലല്ല. ഇവിടെ ഒരു ചെയർ ഉണ്ട്. ആ ചെയറിൽ ഇരുത്തിയിട്ട് ഷോക്ക് അടുപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നത്. അതിനുവേണ്ടി ആദ്യ ആളെ ആ ചെയറിൽ ഇരുത്തിയിട്ട് അയാളുടെ കൈയും കാലും ഒക്കെ കെട്ടിയിടും. അതിനുശേഷം തല മൊത്തം ഒരു കറുത്ത കവറുകൊണ്ട് മൂടും. എന്നിട്ട് തലയുടെ മുകളിലായിട്ട് നനഞ്ഞൊരു കഷ്ണം സ്പോഞ്ച് വെക്കും. ഇത് ഡയറക്റ്റായിട്ട് ആ കറണ്ട് തലയോട്ടിക്കുള്ളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നനച്ചിട്ടേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് കറണ്ട് കടത്തി വിടുന്ന വയറ് കണക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു റൂമുണ്ട്. അതിനകത്താണ് ആരാച്ചാരി ഇരിക്കുന്നത്. അയാൾ അവിടുത്തെ ലിവർ പൊക്കും. അതോടുകൂടെ വളരെ ശക്തമായിട്ടുള്ള കറണ്ട് ആയിരിക്കും ആ പ്രതികളുടെ ശരീരത്തിലേക്ക് അടിക്കുക. അങ്ങനെ മരിക്കുന്നത് വരെ അയാളെ കറണ്ട് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് അയാൾ മരിച്ചോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അയാളുടെ ബോഡി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ഇങ്ങനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ കൊല്ലുന്നത്. ഇവർ ഈ റിഹേഴ്സൽ എല്ലാ തവണയും നടത്തും. ഈ റിഹേഴ്സൽ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിറ്റേ ദിവസം ഒരാളെ അവിടെ കൊല്ലാൻ പോകുന്നുണ്ടെന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കൊല്ലാനുള്ള പ്രതിയെ അവർ ആ ചെയറിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഇത് കാണാൻ വേണ്ടി വേറെ കുറേ ആൾക്കാരുണ്ടാവും. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇയാൾ ആരെയാണോ കൊന്നത് അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് അയാളെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നത്. അങ്ങനെ അയാളെ കൊന്നു കഴിഞ്ഞിട്ട് ബോഡി വെളിയിലേക്ക് കൊണ്ടുവന്നു. ഈ സമയം പേഴ്സി അവിടെ നിൽക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞെങ്കിലും പേഴ്സി അയാളെ വീണ്ടും തെറി പറയാൻ തുടങ്ങി. ഇതും കണ്ടുകൊണ്ടാണ് ഹോവൽ അങ്ങോട്ട് വരുന്നത്. ഹോവലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ചെയ്ത തെറ്റിന്റെ ഒക്കെ ഫലം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിപ്പോ ഒരു മൃതശരീരമാണ്, അതിനോടൊരു റെസ്പെക്ട് കാണിക്കുക എന്നാണ് ഹോവൽ പേഴ്സിയുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ആ ഒരു ഉപദേശം കൊണ്ടൊന്നും പേഴ്സി നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് പോള് പേഴ്സിയുടെ അടുത്തേക്ക് വരുന്നത്. പോൾ ഇപ്പോൾ പേഴ്സിയോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഇവിടത്തെക്കാളും കൂടുതൽ ശമ്പളത്തിന് ഇഷ്ടം പോലെ സ്ഥലം മാറ്റം വന്നാണല്ലോ, എന്നിട്ട് നീ എന്താണ് അങ്ങോട്ട് പോവാത്തത് എന്നാണ് പോള് ചോദിക്കുന്നത്. അതേക്കുന്ന പേഴ്സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലെങ്കിലും ഒരു വധശിക്ഷ എനിക്ക് നടപ്പിലാക്കണം. അതായത് ഞാൻ ഓർഡർ കൊടുത്തതിനെ തുറന്നിട്ട് ഒരാളെ കൊല്ലണം. ഇപ്പം നീയാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരികയാണെങ്കിൽ ആ ഒരൊറ്റ വധശിക്ഷ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് പോയിക്കോളാം എന്നാണ് പേഴ്സി പറയുന്നത്. എന്നാൽ ഇപ്പോൾ പോൾ അതിനെ സമ്മതിക്കുന്നില്ല. കാരണം സമ്മതിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ നടപ്പിലാക്കുമ്പോഴും ഈ പേഴ്സി എന്തെങ്കിലും ഒരു വൃത്തിയോടെ ഒപ്പിക്കും എന്ന കാര്യം പോളിന് അറിയാം. അങ്ങനെ ഒരു ദിവസം സെല്ലിലിരിക്കുമ്പോഴാണ് ഈ പോളും കൂട്ടി ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ച കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ എലി ഉണ്ടല്ലോ, അതിപ്പം അവിടുത്തെ ഒരു ജയിൽ പുള്ളിയുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. ഈ ജയിൽ പുള്ളിയുടെ പേര് ഡെൽ എന്നാണ്. അയാളിപ്പോൾ ആ എലിയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
പോളും കൂട്ടരും അത് കാണാൻ വേണ്ടി ആ സെല്ലിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഡെൽ ഇപ്പം ആ എലിയെ വെച്ചിട്ട് ഓരോരോ സർക്കസുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. ആ എലിക്ക് ഈ ഡെൽ ഒരു പേരിട്ടിട്ടുണ്ട്, ജംഗിൾസ് എന്നാണത്. പലതരത്തിലുള്ള കാര്യങ്ങളും അയാൾ ആ എലിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ടയർ ഇപ്പം അതിന് മുമ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എലി അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെൽ ഇപ്പോൾ പോളിനും കൂട്ടർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇത്ര പെട്ടെന്ന് തന്നെ എലി അയാളോട് ഇണങ്ങിയത് കണ്ടിട്ട് അവർക്ക് ശരിക്കും അത്ഭുതമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് വാർഡനായ എഡ് പോളിനെ അയാളുടെ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. അയാൾ ആദ്യം പറയുന്നത് പുതിയതായിട്ട് അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു തടവുപുള്ളിയുടെ കാര്യമാണ്. വില്യം എന്നാണ് അയാളുടെ പേര്. ഒരുപാട് കൊലപാതകങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ ആണ് അവൻ. ഒരുപാട് ജയിലിൽ അവനെ പാർപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അവൻ ശരിക്കും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഇപ്പൊ ഇവിടുത്തെ ഗ്രീൻ മൈലിലേക്കാണ് അയാളെ കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യമാണ് എഡ് ആദ്യം പോളിന്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം പറയുന്നത് അയാളുടെ ഭാര്യയായ മെലിൻഡയുടെ കാര്യമാണ്. ആ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു. അവളുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ട്. പക്ഷെ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ബ്രെയിനിന്റെ അകത്ത് വളരെ ആഴത്തിലാണ് ആ ട്യൂമർ വളരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി അവൾക്ക് ആയുസുള്ളൂ എന്നൊക്കെയാണ് എഡ് ഇപ്പോൾ പോളിന്റെ അടുത്ത് പറയുന്നത്. പോളാണെങ്കിൽ ഇനി എന്ത് പറഞ്ഞ അയാളെ സമാധാനിപ്പിക്കണം എന്നൊരാശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ സമയം രാത്രിയായി. പോളും അയാളുടെ ഭാര്യയും നല്ല ഉറക്കത്തിലായിരുന്നു. അതിനിടയിലാണ് പോളിന് പെയിൻ വരുന്നത്. അതായത് പുള്ളിക്ക് നല്ലപോലെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. ഇപ്പൊ ഭാര്യയെ ഉണർത്തി കഴിഞ്ഞാൽ അവളും ടെൻഷനിലാവും. അതുകൊണ്ട് തന്നെ അയാൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈയിടെയായിട്ട് ആ പെയിൻ വല്ലാതെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ആ വേദന കടിച്ചമർത്തിയിട്ടാണ് അയാളിപ്പോൾ മൂത്രമൊഴിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ജയിലിലേക്ക് എത്തിയപ്പോൾ തന്നെ പോളിന് നല്ല രീതിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. പക്ഷെ വേദന കാരണം അയാൾക്കിപ്പോൾ പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇയാളുടെ ഈ ബ്ലാഡറിന്റെ പ്രശ്നം ജയിൽ പുള്ളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇയാൾ ഈ വേദന പിടിച്ച് നിൽക്കുന്നത് അവരെല്ലാ ദിവസവും കാണുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പുതിയ കൊലപ്പുള്ളി ഉണ്ടല്ലോ, ജോൺ കോഫി, നിങ്ങളൊന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ എന്ന് അയാൾ പോളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബിസിയാണ്, നീ കണ്ടില്ലേ ഫോൺ റിങ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം എന്നാണ് പോള് പറയുന്നത്. ആ ഫോണിൽ ബെല്ലടിച്ച് മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ തടവുപുള്ളി ഉണ്ടല്ലോ വില്യം, ആ സൈക്കോ, അയാളെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് പറയാനാണ് ഇപ്പോൾ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പോലീസുകാരൊക്കെ വില്യമിനെയും കൊണ്ട് ജയിലിലേക്ക് എത്തി. എന്നാൽ അവനെ അകത്തേക്ക് കയറ്റുമ്പോഴാണ് പെട്ടെന്ന് അവരെല്ലാവരും ആക്രമിക്കുന്നത്. അയാളിപ്പോൾ ആ പോലീസുകാരൊക്കെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. അത് കാണുന്ന പോളും അയാളെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ ഈ സമയം വില്യം പോളിന്റെ സാമാനത്തിലിട്ടാണ് ഒരു ഇടി കൊടുക്കുന്നത്. നല്ല കിടിലൻ ഇടിയായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും താഴേക്ക് ഇരുന്നു പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ പോള് തോക്കെടുത്തു. മാത്രമല്ല അതിനിടയിൽ ഹോവല് വന്നിട്ട് ആ വില്യമിനെ ഇടിച്ച് വീഴ്ത്താണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും കൂടെ ആ വില്യമിനെ സെല്ലിന്റെ അകത്തേക്ക് ആക്കുന്നത്. അങ്ങനെ സെല്ലിന്റെ അകത്തേക്ക് ആക്കി അവനെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ പോൾ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി റിലാക്സ് ചെയ്യ് എന്ന് പറഞ്ഞിട്ടാണ് പോൾ എല്ലാവരെയും പറഞ്ഞു വിടുന്നത്. ഈ സമയം പോളിന്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. നല്ല ഇടിയാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഓൾറെഡി അയാൾക്ക് നല്ല പെയിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേദന സഹിക്കാൻ വയ്യാതെ അയാൾ അവിടെ താഴെ കിടന്നു. ഈ സമയവും ജോൺ കോഫി അയാളെ വിളിക്കുന്നുണ്ട്. അയാളിങ്ങനെ കുറേ നിർബന്ധിക്കുമ്പോൾ പോൾ അയാളുടെ അടുത്തേക്ക് പോവാണ്. ഇനി പറ, എന്താണ് നിന്റെ പ്രശ്നം? കുറെ നേരമല്ലോ നീ എന്നെ വിളിക്കുന്നത് എന്നാണ് പോൾ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ജോൺ കോഫി അയാളുടെ അരക്ക് കയറി പിടിക്കുകയാണ്. പോളിന്റെ അസുഖമുള്ള ഭാഗത്താണ് കോഫി ഇപ്പൊ കൈ വെച്ചിരിക്കുന്നത്. ആദ്യം കോഫി തന്നെ അറ്റാക്ക് ചെയ്യാണ് എന്നാണ് പോൾ വിചാരിച്ചത്. എന്നാൽ കോഫി പോളിനെ ഉപദ്രവിക്കല്ല, അയാൾ വേറെന്തോആണ് ചെയ്യുന്നത്. കോഫി പോളിന്റെ താഴെ കൈ വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ ലൈറ്റൊക്കെ അങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ കൈ വെച്ചതിന് ശേഷം കോഫി ആ കൈ തിരിച്ചെടുക്കുന്നു. ഈ സമയം പോളാണെങ്കിൽ അറിയാതെ തന്നെ താഴേക്ക് ഇരുന്നു പോവാണ്. പക്ഷെ അയാൾക്ക് വല്ലാത്തൊരാശ്വാസമുണ്ട്. ഇതേ സമയം തന്നെ കോഫി ആണെങ്കിൽ നേരെ അയാളുടെ ബെഡിലേക്ക് ചെന്നിരുന്നു. ഈ സമയം അയാൾ വല്ലാതെ ചുമയ്ക്കുകയാണ്. അങ്ങനെ കുറെ സമയം ചുമച്ചു കഴിഞ്ഞിട്ട് അയാൾ മുകളിലേക്ക് നോക്കിയിട്ട് വായൊന്ന് തുറക്കുന്നു. പ്രാണികൾ പോലെ എന്തോ ഒരു സാധനം മുകളിലേക്ക് പറന്നു പോവാണ്. ആയിരക്കണക്കിനുണ്ടായിരുന്നത് അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതെല്ലാം അവിടെ അപ്രത്യക്ഷമാവുന്നു. ഇതൊക്കെ കണ്ട് പോളിനൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താണ് എന്നെ ചെയ്തത് എന്നാണ് പോൾ അത്ഭുതത്തോടെ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ സാറിനെ സഹായിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഇങ്ങ് എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് വേദനയൊന്നും ഇല്ലല്ലോ, ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്കിപ്പോൾ വല്ലാത്തൊരു തളർച്ചയുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോഫി അവിടെ കയറി കിടക്കുകയാണ്. ഈ സമയം പോളിനെ സംബന്ധിച്ച് അയാൾക്കിപ്പോൾ തീരെ വേദനയില്ല. അയാൾ നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ബാത്റൂമിലേക്കാണ്. അതിനുശേഷം മൂത്രമൊഴിക്കാൻ തുടങ്ങി. എന്നാൽ അയാൾ അത് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അയാൾക്കിപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു വേദനയുമില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സമാധാനത്തോടെ അയാൾ മൂത്രമൊഴിച്ചത്. അതായത് പോളിന്റെ ബ്ലാഡറിനുണ്ടായ ആ പ്രശ്നം കോഫി അയാളുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് വലിച്ചെടുത്തു. എന്നിട്ട് ആ അസുഖത്തെയാണ് അയാൾ പുറത്തേക്ക് കളഞ്ഞത്. അതാണ് ആ പ്രാണികളെ പോലെ മുകളിലേക്ക് പറന്നുപോയത്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അയാൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അയാൾ നേരെ പോകുന്നത് ഈ ജോൺ കോഫിയുടെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വക്കീലിനും ഈ ജോണിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. അയാൾ പറയുന്നത് ഇതിനു മുമ്പ് ജോൺ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിന് തെളിവുകളൊന്നുമില്ല. അവസാനം അവനെ പിടിച്ചപ്പോൾ ആ 2 കുട്ടികൾ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ജോണിന്റെ പ്രകൃതം നമുക്ക് അവനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസ് ആണ് ആ വക്കീൽ പോളിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ജയിലിലേക്ക് വരുമ്പോൾ പോളിന്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു കേക്കുമായിട്ടാണ് പോൾ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്.
ആ കേക്ക് അയാൾ കോഫിക്ക് കൊടുക്കുകയാണ്. കോഫിയുടെ ഓപ്പോസിറ്റാണ് ആ ഡെൽ എന്ന് പറയുന്ന തടവുപുള്ളി നിൽക്കുന്നത്. കേക്ക് കൊടുത്ത് കാണുമ്പോൾ എനിക്കും വേണം കേക്ക് എന്നാണ് ഡെല്ല് പറയുന്നത്. ഈ കോഫി എന്ന് പറയുന്നത് ഒരു പരസഹായം കൂടിയാണ്. ഇപ്പൊ ഡെല്ല് കേക്ക് വേണമെന്ന് പറയുമ്പോൾ ഇത് അവന് കൊടുത്തേക്കെന്നും പറഞ്ഞിട്ട് 2 കഷ്ണം കേക്ക് എടുത്തിട്ട് അയാൾ പോളിന്റെ കൈ കൊടുക്കുന്നു. പോളാണെങ്കിൽ അത് ഡെല്ലിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സൈക്കോ ആയ വില്യം അവിടെ നിൽക്കുന്നുണ്ട്. കോഫി അയാൾക്ക് കേക്ക് കൊടുത്തിട്ടില്ല. ആ ഒരു ദേഷ്യത്തിന് ആ വില്യം പോളിന്റെ മുഖത്തേക്ക് തുപ്പാണ്. മാത്രമല്ല ആ ഹാരി എന്ന് പറയുന്ന പോലീസുകാരൻ അങ്ങോട്ട് വരുമ്പോൾ അയാളുടെ ദേഹത്തേക്ക് മൂത്രം വയ്ക്കുകയും ചെയ്തു. ഇതും കൂടെ കാണുമ്പോൾ പോലീസുകാർക്കൊക്കെ ശരിക്കും ദേഷ്യമായി. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പമ്പ് സെറ്റ് ജയിലിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ വില്യമിന്റെ നേർക്ക് ശക്തിയായിട്ട് വെള്ളം പമ്പ് ചെയ്യാണ്. എന്നിട്ട് അവനെയും അവന്റെ റൂമും മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട് അവനെ പിടിച്ച് നേരെ ആ ഇരുട്ട് റൂമിലേക്കാണ് കൊണ്ടടക്കുന്നത്. എന്നിട്ടൊന്ന് നോർമലായി കഴിയുമ്പോഴാണ് അവനെ തിരിച്ച് സെല്ലിലേക്ക് ആക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഡെല്ലുണ്ടല്ലോ, ആ എലീനെ പിടിച്ച് നടക്കുന്ന ആള്, അവനെ കൊല്ലേണ്ട സമയമായി. നാളെയാണ് അയാളെ കൊല്ലാൻ പോകുന്നത്. സാധാരണ ഈ ജയിൽ പുള്ളികളെ കൊല്ലുന്നതിന്റെ തലേ ദിവസം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ പോലീസുകാർ ഒരു കാര്യം ചെയ്യും. നാളെയാണ് ഇയാളെ കൊല്ലാൻ പോകുന്നത് എന്ന കാര്യമൊന്നും അവർ ഡെല്ലിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവർ ഡെല്ലിനോട് പറഞ്ഞിരിക്കുന്നത്, നീയും എലിയുമായിട്ടുള്ള അഭ്യാസം കാണാൻ വേണ്ടി ചില VIP ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നീ അവരുടെ മുന്നിൽ പോയിട്ട് ഇതൊക്കെ കാണിക്കണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കിയെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഡെല്ലിനെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആ എലിയുമായിട്ടുള്ള അഭ്യാസമൊക്കെ കഴിഞ്ഞ് ഡെല്ല് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ച് സെല്ലിലേക്ക് വരുന്നത്. എന്നാൽ ഈ സമയം ആ പേഴ്സി അവിടെ നിൽക്കുന്നുണ്ട്. ഡെല്ലി ഇങ്ങനെ സന്തോഷിക്കുന്ന കാണുമ്പോൾ പേഴ്സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ പിക്നിക്കിന് കൊണ്ടുപോകാണെന്നാണ് നിന്റെ വിചാരം, നാളെയാണ് നിന്നെ കൊല്ലാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇപ്പം നിന്നെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് പേഴ്സി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. മാത്രമല്ല അയാൾ ഡെല്ലിനെ തള്ളി താഴേക്ക് ഇടുകയും ചെയ്തു. അങ്ങനെ പേഴ്സിയെ പിടിച്ച് മാറ്റിയിട്ട് പോലീസുകാരെല്ലാവരും കൂടെ ഡെല്ലിനെ വീണ്ടും സെല്ലിലേക്ക് അടയ്ക്കുകയാണ്. ഈ സമയം ആ പേഴ്സി നിൽക്കുന്നത് ആ വില്യമിന്റെ സെല്ലിന് മുമ്പിലാണ്. പെട്ടെന്നാണ് ആ വില്യം പേഴ്സിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നത്. പേഴ്സി ശരിക്കും പേടിച്ചുപോയി. അതുകൊണ്ട് അയാൾ പാൻറിൽ മുള്ളുകയും ചെയ്തു. അങ്ങനെ മുള്ളി കഴിയുമ്പം വില്യം ആണെങ്കിൽ ആ പിടുത്തം വിടുകയും ചെയ്യും. ഈ സമയം പേഴ്സിയെ സംബന്ധിച്ച് അവിടെയുള്ള പോലീസുകാരുടെ മുമ്പിലൊക്കെ അയാൾ ഇൻസൾട്ടായി. അതുകൊണ്ട് തന്നെ പേഴ്സി ഇപ്പോൾ പോളിന്റെ അടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും ഞാൻ ഈ മൂത്രമൊഴിച്ച കാര്യം വെളിയിൽ അറിയരുത്, അങ്ങനെ ഏതെങ്കിലും ഒരുത്തം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ ഒരുത്തം പോലും ഇവിടെ ജോലിക്ക് ഉണ്ടാവത്തില്ല എന്നാണ് പേഴ്സി പറയുന്നത്. പേഴ്സിയുടെ ആ ടെൻഷനും അയാളുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഡെല്ലാണെങ്കിൽ അയാളെ നോക്കി വല്ലാണ്ട് ചിരിക്കാൻ തുടങ്ങി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പേഴ്സിക്ക് ഇപ്പോൾ ഡെല്ലിന്റെ അടുത്ത് നല്ല പകയുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പോൾ ഇപ്പോൾ ആ ഡെല്ലിന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് നാളെയാണ് അയാളെ കൊല്ലാൻ പോകുന്നത് എന്ന കാര്യമൊക്കെ അയാളോട് പറയുകയും ചെയ്തു. എന്നാൽ ഈ സമയം അയാളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു വിഷമവും ഇല്ല. അയാളുടെ സങ്കടം അയാളുടെ എലിയായ ജിംഗിൾസിനെ കുറിച്ച് ഓർത്തിട്ടാണ്. അയാളിപ്പോൾ പറയുന്നത്, എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്, ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമാണ്. പക്ഷെ എൻ്റെ ജിംഗിൾസ് അവനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ നോക്കാൻ ആരെങ്കിലും വേണം, ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഇവനെ ഞാൻ നോക്കിക്കോളാം, ഞങ്ങളെല്ലാവരും കൂടെ ഇവന് വേണ്ടി ഒരു സിറ്റി തന്നെ പണിയും എന്നൊക്കെ പറഞ്ഞിട്ട് പോൾ അയാളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ എലി ആ സെല്ലിൽ നിന്ന് വെളിയിലേക്ക് ഓടി പോകുന്നത്. ഈ സമയം ആ പേഴ്സി അവിടെ നിൽക്കുന്നുണ്ട്. ആ എലി അങ്ങോട്ട് ഓടി വരുമ്പോൾ പേഴ്സി അതിനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരയ്ക്കുകയാണ്. അത് കാണുന്ന ഡെല്ലാണെങ്കിൽ ശരിക്കും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം പോലീസുകാരൊക്കെ കൂടെ കഷ്ടപ്പെട്ടാണ് അയാളെ സെല്ലിലാക്കി വാതിലടയ്ക്കുന്നത്. അങ്ങനെ ആ എലിയെ ചവിട്ടി അരച്ചതിന് ശേഷം പേഴ്സി അവിടെ നിന്ന് പോയി. ഈ സമയം പോളാണെങ്കിൽ വളരെ സങ്കടത്തോടെ ആ എലിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അത് ഇതുവരെയായിട്ട് ചത്തിട്ടില്ല, അതിങ്ങനെ ഞരങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ആ ജോൺ ഗോഫി പുറത്തേക്ക് കൈ നീട്ടുന്നത്. ആ എലി എങ്ങുതാ എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ പോൾ വേഗം തന്നെ ആ എലിയെ എടുത്തിട്ട് ജോണിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഈ സമയം ജോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലിയെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിന്റെ ശരീരത്തിന് ഇപ്പോൾ പറ്റിയ പ്രശ്നങ്ങളൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം വലിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു പ്രകാശമൊക്കെ വരുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അതെല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞ് പഴയതുപോലെ തന്നെ അയാൾ ചുമയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ആ എലിയിൽ നിന്ന് വലിച്ചെടുത്ത പ്രശ്നങ്ങളെല്ലാം അയാൾ ഇങ്ങനെ വെളിയിലേക്ക് പറത്തി വിടുകയാണ്. എന്നിട്ട് അയാൾ ആ എലിയെ താഴെ വയ്ക്കുകയും ചെയ്തു. എലിയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നേരെ ഡെല്ലിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. നീ എന്താണ് ചെയ്തത് എന്നാണ് ബിൽ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ അതിനെ സഹായിച്ചതാണ് എന്നാണ് കോഫി അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾക്ക് ശേഷം പോൾ ഹോവലിനെയും കൂട്ടി നേരെ പോകുന്നത് ആ പേഴ്സിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പേഴ്സിയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല പോൾ ഇപ്പം മറ്റൊരു കാര്യം കൂടെ പേഴ്സിയുടെ അടുത്ത് പറയാണ്. നീയല്ലേ പറഞ്ഞത് നീ ഒരാളെ കൊല്ലാൻ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ നീ ഇവിടം വിട്ട് പോയിക്കോളാന്ന്? ഡെല്ലിന്റെ കാര്യം നീ ഏറ്റെടുത്തോ, ഞാൻ അതിന് സമ്മതിക്കുന്നു. പക്ഷേ അയാളുടെ മരണശേഷം പിന്നീട് നീ ഈ ജയിലിൽ ഉണ്ടാവാൻ പാടില്ല, നീ വേറെ എവിടേക്കെങ്കിലും പോയിക്കോണം. അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് വെളിയിൽ പറയേണ്ടി വരും, നീ മൂത്രം ഒഴിച്ച് അടക്കും എന്നാണ് പോള് പറയുന്നത്. പേഴ്സി ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡെല്ലിനെ കൊല്ലേണ്ട സമയമായി. അവരിപ്പം അയാൾ ആ ചെയറിലേക്ക് ഇരുത്തി. ഇപ്പം ഇയാളെ കൊല്ലുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും കൊടുക്കാൻ പോകുന്നത് ആ പേഴ്സിയാണ്. മാത്രമല്ല ആ തലയിലേക്ക് ആ സ്പോഞ്ച് വെക്കണമല്ലോ, അതും അയാളുടെ ഡ്യൂട്ടി തന്നെയാണ്. എന്നാൽ പേഴ്സി ഇവിടെ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. ആ സ്പോഞ്ച് തലയിലേക്ക് വെക്കുമ്പോൾ നനച്ചിട്ടേ വെക്കാൻ പാടും. എന്നാൽ പേഴ്സിക്ക് അയാളോടുള്ള ദേഷ്യം കാരണം ആ സ്പോഞ്ച് നനയ്ക്കാതെയാണ് പേഴ്സി ഇപ്പോൾ ഡെല്ലിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അവർ അയാളുടെ ശരീരത്തിലേക്ക് കറണ്ട് അടിക്കാൻ തുടങ്ങി. ഈ സമയം എലിയാണെങ്കിൽ കോഫിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കോഫി അതിനെങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്.
മാത്രമല്ല ഇപ്പൊ ഡെല്ല അനുഭവിക്കുന്ന ആ വേദന മൊത്തം കോഫിയും അനുഭവിക്കുന്നുണ്ട്. അയാളിപ്പം ആ എലിയെ പിടിച്ചിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ആ എലി അങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം അയാൾ അതിനെ വിടുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഡെല്ലിന്റെ അവസ്ഥ വളരെ മോശമാണ്. ആ സ്പോഞ്ച് ഡ്രൈ ആയത് കാരണം അയാളുടെ ശരീരം മൊത്തം കത്തിപ്പിടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരും പേടിച്ചോടുകയാണ്. ആദ്യമായിട്ടാണ് ഈ ജയിലിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം അവിടെ നിന്ന് എടുത്തു കഴിയുമ്പോൾ മൊത്തം കരിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം പേഴ്സിയാണ് എന്ന് ബാക്കി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ പോലീസുകാർ അവനെ ശരിക്കിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അവസാനം അവരുടെ വാടം വന്നതിന് ശേഷമാണ് പോലീസുകാരൊക്കെ പേഴ്സിയെ വിടുന്നത്. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം പോൾ നേരെ പോകുന്നത് കോഫിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കോഫി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് എന്ത് പറ്റി എന്നാണ് പോളി വയ്ക്കുന്നത്. ഈ സമയം കോഫി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെല്ല അനുഭവിച്ച ആ വേദന മുഴുവൻ ഞാനും അനുഭവിച്ചു. ഒരു കാര്യത്തിൽ അയാൾ ഭാഗ്യം ചെയ്തവനാണ്. അയാൾക്ക് ഇനി ഒരു യാതനയും അനുഭവിക്കേണ്ട. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ എന്റെ ശരീരം വല്ലാതെ തളർന്നിരിക്കുകയാണ്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോൾ അയാളുടെ ഭാര്യയും കൂട്ടി നേരെ പോകുന്നത് വാർഡനായ എഡിന്റെ വീട്ടിലേക്കാണ്. അവരങ്ങോട്ട് ചെല്ലുമ്പം എഡ് പുറത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ഭാര്യയായ മെലിൻഡ ആണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഈ അസുഖം കൂടി വന്നതുകൊണ്ട് അവളുടെ രൂപം മൊത്തം മാറിയിട്ടുണ്ട്. മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. അവരെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് പോൾ ഇപ്പൊ ജാനിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവരെ കണ്ടതിന് ശേഷം പോൾ ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് അവന്റെ ഫ്രണ്ട്സിനെല്ലാവരും വിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം പോൾ അവരുടെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എഡിന്റെ ഭാര്യയായ മെലിൻഡയെ അറിയാലോ, അവളുടെ അസുഖത്തെക്കുറിച്ചും അറിയാലോ. എന്തിനാണ് അവളെ മരണത്തിന് നമ്മൾ വിട്ടുകൊടുക്കുന്നത്? നമുക്ക് കോഫിയെ വെച്ചിട്ട് അവളുടെ അസുഖം ഭേദമാക്കിക്കൂടെ എന്നാണ് പോളി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവന്റെ അത്ഭുത പ്രവൃത്തി നമ്മളെല്ലാവരും നേരിട്ട് കണ്ടാണ്. പക്ഷെ എഡ് ഇതൊക്കെ വിശ്വസിക്കുമോ? അയാളല്ലേ നമ്മുടെ ജയിലിന്റെ ഇൻചാർജ്. ഒരു തടവ് പുള്ളിയെ കൊണ്ട് അയാളുടെ ഭാര്യ ഇങ്ങനെ ചെയ്യാനൊക്കെ അയാൾ സമ്മതിക്കുമോ എന്നാണ് ആ പോലീസുകാരെ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. എഡ് എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മെലിൻഡയെ നമ്മുടെ ജയിലിലേക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ആരും കാണാതെ കോഫിയെ പുറത്തിറക്കിക്കൂടാ? നമുക്ക് രാത്രി അയാളെയും കൊണ്ട് നേരെ എഡിന്റെ വീട്ടിലേക്ക് ചെല്ലാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നടത്താം എന്നാണ് പോള് പറയുന്നത്. ആദ്യമൊന്നും അതിന് സമ്മതിക്കത്തില്ലെങ്കിലും മെലിൻഡയുടെ കാര്യം ആലോചിക്കുമ്പോൾ ബാക്കിയുള്ള പോലീസുകാർ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയാവുമ്പോൾ എല്ലാവരും തിരിച്ചവരുടെ ജയിലിലെത്തി. പക്ഷെ ഈ ഒരു പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 2 പേരെ മാറ്റണം. അതായത് ആ വില്യമിനെയും പിന്നെ പേഴ്സിയെയും. പക്ഷെ അവരെ പുറത്തേക്ക് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ഉറക്ക ഗുളികകൾ പൊടിച്ചെടുത്തു. അതിനുശേഷം 4-5 കുപ്പി കോളയുമായിട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്തേക്ക് വന്നു. ഇപ്പൊ പോള് കോളയുമായിട്ട് അങ്ങോട്ട് വരുന്നത് വില്യമും കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ എനിക്കും കോള വേണം എന്ന് പറഞ്ഞ അയാൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇത് തന്നെയായിരുന്നു പോളിന്റെ ആവശ്യം. അവൻ ചോദിക്കാതെ അവന് കോള കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ അവര് തന്നെ അവനെ കൊണ്ട് അത് ചോദിപ്പിച്ചു. ഈ സമയം ഞാൻ ഇപ്പൊ കോള നിനക്ക് തരാമെന്നും പറഞ്ഞിട്ട് പോൾ ആ ഉറക്ക ഗുളിക കോളയിൽ കലർത്തിയിട്ട് ഒരു ഗ്ലാസ്സിൽ അത് അവന് കൊണ്ടുകൊടുക്കുകയാണ്. അത് കുടിച്ച ഉടനെ തന്നെ അവൻ ആ മയക്കം ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന്റെ കാര്യം ഡീലാക്കിയതിനു ശേഷം പോലീസുകാർ അടുത്തതായിട്ട് പോകുന്നത് പേഴ്സിയുടെ അടുത്തേക്കാണ്. അയാളിപ്പോൾ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും കൂടെ ചെന്നിട്ട് അയാളെ അങ്ങ് പിടിച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് അയാളുടെ വായെല്ലാം മൂടി കെട്ടിയിട്ട് ആ ഇരുട്ട് റൂമിലേക്ക് ഇട്ട് ലോക്ക് ചെയ്യാണ്. അവിടെയാവുമ്പം അയാൾ ബഹളം വെക്കുന്നേ ഉള്ളൂ. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ അറിയാൻ പോകുന്നില്ല. അങ്ങനെ അവർ 2 പേരെയും സൈഡാക്കിയിട്ട് പോലീസുകാർ വേഗം തന്നെ കോഫി അയാളുടെ സെല്ലിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് അയാളെയും കൊണ്ട് വെളിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ വില്യം കോഫിയുടെ കയ്യിൽ കയറി പിടിക്കുന്നത്. എന്നാൽ വില്യം പിടിച്ച ഉടനെ തന്നെ കോഫിക്ക് മറ്റൊരു ഫീലിംഗ് ആയിരുന്നു. ഈ സമയം കോഫി വില്യമിന്റെ അടുത്ത് പറയുന്നത് നീ ഒരു നീചനാണെന്നാണ്. ഈ സമയമാകുമ്പോഴേക്കും വില്യമിന് ശരിക്കും ഉറക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാൾ പിടുത്തം വിടുകയും ചെയ്തു. അങ്ങനെ അയാൾ പിടുത്തം വിട്ട് കഴിയുമ്പം കോഫി ഇപ്പോൾ പോളിന്റെ അടുത്ത് പറയുന്നതും അവനൊരു നീചനാണെന്നാണ്. അങ്ങനെ ഒരു പോലീസുകാരനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ആരും അറിയാതെ പോളും കൂട്ടരും കോഫിയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അവർ പുറത്തായിട്ടൊരു വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കോഫി അവർ വണ്ടി കയറ്റിയിട്ട് നേരെ എഡിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ പോലീസുകാരെല്ലാവരും കൂടെ കോഫി അങ്ങോട്ട് കൊണ്ടിരുന്നത് കാണുമ്പോൾ എഡാണെങ്കിൽ ഒരു തോക്കും പിടിച്ചാണ് നിൽക്കുന്നത്. ഈ സമയം പോള് തോക്ക് മാറ്റാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാൾ നല്ല രീതിയിൽ പേടിച്ചുകൊണ്ട് എഡ് ആ തോക്ക് മാറ്റുന്നില്ല. എന്നാൽ ഈ സമയം കോഫി ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ്. ആ വീട്ടിനകത്തൊരു രോഗിയുണ്ട് എന്ന കാര്യം അയാൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അയാൾ നേരെ ചെന്നിട്ട് എഡിന്റെ കയ്യിലൊന്ന് പിടിക്കുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ സഹായിക്കാനാണ് വന്നത്. നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോഫി വേഗം മെലിൻഡയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയം മെലിൻഡയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. വേദന കാരണം അവൾ വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ കോഫി പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അതിനുശേഷം അവളുടെ വായിലേക്ക് അയാളുടെ ചുണ്ട് വെച്ചിട്ട് അവളുടെ അസുഖങ്ങൾ മൊത്തം വലിച്ചെടുക്കുകയാണ്. അങ്ങനെ അത് മൊത്തം വലിച്ചെടുത്ത് കഴിയുമ്പോൾ അവളുടെ ഫേസിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മെലിൻഡ ഇപ്പോൾ പഴയതുപോലെ വളരെ സുന്ദരിയായിരിക്കുകയാണ്. എന്നാൽ കോഫി ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. സാധാരണ ഇതുപോലൊരു കാര്യം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അയാളെ പുറത്തേക്ക് വിടുമല്ലോ. എന്നാൽ ഇപ്പം അയാളത് പുറത്തേക്ക് വിടുന്നില്ല, അയാളത് വിഴുങ്ങാണ് ചെയ്യുന്നത്. ഈ സമയം ഭാര്യയുടെ അവസ്ഥയൊക്കെ നോർമൽ ആയത് കണ്ട് എഡാണെങ്കിൽ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അയാൾ വേഗം ചെന്നിട്ട് അയാളെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെലിൻഡ നേരെ വരുന്നത് കോഫിയുടെ അടുത്തേക്കാണ്.
അവളിപ്പോൾ പറയുന്നത്, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുന്നത് ഞാനൊരു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്, അതിന്റെ സമ്മാനമായിട്ട് ഇതിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ഒരു മാല എടുത്തിട്ട് കോഫിയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും കോഫി ആണെങ്കിൽ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാവരും കൂടെ വേഗം തന്നെ അവനെ വണ്ടിയിലേക്ക് കയറ്റുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് പോവാണ്. അങ്ങനെ ഒരു കുഞ്ഞു പോലും അറിയാതെ അവർ തിരിച്ച് കോഫിയെ സെല്ലിലാക്കുകയും ചെയ്തു. അങ്ങനെ ആ പരിപാടിയൊക്കെ തീർത്തിട്ട് അവർ നേരെ പോകുന്നത് ആ പേഴ്സിയുടെ അടുത്തേക്കാണ്. അവരവനെ മോചിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നിന്നെ ഇവിടെ പൂട്ടിയിട്ട കാര്യം നീ പുറത്തു പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പുറത്ത് പറയേണ്ടി വരും. പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ ഹോൾഡ് വെച്ചിട്ട് ഞങ്ങളുടെ ജോലി അങ്ങോട്ട് തീർപ്പിച്ച് കളയാമെന്ന്. അങ്ങനെ നീ വ്യാമോഹിക്കണ്ട, ഞങ്ങൾക്കും ഹോൾഡ് ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും നീ നിൽക്കണ്ട, ഇപ്പം മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ പുറത്തേക്ക് ഇറക്കാണ്. ഈ സമയം പേഴ്സി ആണെങ്കിൽ ഒരു മറുപടി അവരോട് പറയുന്നില്ല. അയാൾ എന്തോ ആലോചിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ നടന്ന് കോഫിയുടെ സെല്ലിന് മുമ്പിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് കോഫി അയാളെ കയറി പിടിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബാക്കിയുള്ള പോലീസുകാരൊക്കെ വന്നിട്ട് അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോഫിയുടെ ആ പിടുത്തത്തിൽ നിന്നും പേഴ്സിയെ മോചിപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ സമയം കോഫി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ മെലിൻഡയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ കോഫി പേഴ്സിയുടെ വായ്ക്കകത്തേക്ക് ഊതിവിടുകയാണ്. അയാൾക്ക് വല്ലാത്തൊരു ഷോക്ക് ഏറ്റ പോലെയായിരുന്നു. കിളി പോയ പോലെയാണ് അയാൾ ഇപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ അയാൾ നടന്ന് വില്യമിന്റെ സെല്ലിന്റെ അടുത്തെത്തി. ഈ സമയം അയാൾ അവിടെ നിന്ന് നിൽക്കുകയാണ്. ഈ സമയം വില്യം ആണെങ്കിൽ അയാളുടെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. പേഴ്സി തന്റെ സെല്ലിന് മുമ്പിൽ തന്നെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ താൻ എന്തിനാണ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നാണ് വില്യം ചോദിക്കുന്നത്. അയാൾ അത് ചോദിച്ച ഉടനെ തന്നെ പേഴ്സി അവന്റെ തോക്കെടുത്തിട്ട് വില്യമിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അത് കാണുന്ന ബാക്കിയുള്ള പോലീസുകാരെല്ലാം വേഗം തന്നെ വന്നിട്ട് പേഴ്സിയെ പിടിച്ചു. ഈ സമയം അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ താഴേക്ക് വീണ ഉടനെ തന്നെ അയാളുടെ വായ്ക്കകത്തു നിന്നും നേരത്തെ കോഫി ഊതിവിട്ട സാധനങ്ങളൊക്കെ വെളിയിലേക്ക് പോവാണ്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം പോള് നേരെ പോകുന്ന കോഫിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് വില്യമിനെ ശിക്ഷിച്ചതാണ്. അവനത് ചോദിക്കുമ്പം കോഫി വല്ലാതെ കരയാണ്. നിങ്ങൾ നേരത്തെ എന്നെ പുറത്തിറക്കാൻ തുടങ്ങിയപ്പം അവൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരാൾ എൻ്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. കുറച്ചു മുമ്പ് വില്യം എൻ്റെ കൈ പിടിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും കണ്ടതാണ്. അതാണ് അവൻ നീചനാണ് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നാണ് കോഫി പറയുന്നത്. അതേക്കുന്ന പോളിന് ശരിക്കും അത്ഭുതമായി. നീ എന്താണ് കണ്ടത്? വളരെ ആകാംക്ഷയോടെയാണ് പോൾ അത് ചോദിക്കുന്നത്. അത് ഞാൻ നേരിട്ട് നിങ്ങളോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ കണ്ടത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കോഫി പോളിന്റെ കയ്യിൽ പിടിക്കുകയാണ്. അതോടുകൂടെ പോളിനിപ്പം കോഫിയുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവൻ ആ കയ്യിൽ പിടിച്ചോടുകൂടെ അവിടുത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നി തെളിയുന്നുണ്ട്. മാത്രമല്ല ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഈ സമയം പോള് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കോഫി കൊന്നു എന്ന് പറയുന്ന 2 കുട്ടികളെയാണ്. അവരവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ അവരുടെ അച്ഛനാണെങ്കിൽ അവരുടെ വീടിന്റെ മുകളിലായിട്ട് എന്തോ പണിയിലാണ്. എന്നാൽ ഇവരുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. അത് ആ കുട്ടികളുടെ അച്ഛന്റെ പണിക്കാരനാണ്. അത് ആ വില്യമായിരുന്നു. ഇപ്പൊ ആ കുട്ടികൾ അതിൽ ഓടിപ്പോകുന്നത് വില്യമും കാണുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവൻ ആ കുട്ടികളുടെ അടുത്തേക്ക് എത്തി. അവനെ കാണുമ്പോൾ കുട്ടികൾ വല്ലാതെ കരയുന്നുണ്ട്. അത് കാണുമ്പോൾ വെറുതെ നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ 2 പേരെ ഞാൻ കൊല്ലും എന്നാണ് അയാൾ പറയുന്നത്. ഇത്രയും കണ്ടപ്പോൾ തന്നെ പോൾ അവന്റെ കൈ വലിച്ചു. അതായത് കോഫി കൊന്നു എന്ന് പറഞ്ഞ 2 കുട്ടികളെ റേപ്പ് ചെയ്തതും ആ കുട്ടികളെ കൊന്നു കളഞ്ഞതും ഈ വില്യമാണ്. അതിന്റെ ശിക്ഷയാണ് കോഫി കൊടുത്തത്. ആ ഒരു കാര്യമൊക്കെ മനസ്സിലാവുമ്പോൾ പോൾ അറിയാതെ കരഞ്ഞു പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ വില്യമിന്റെ മരണവാർത്ത അറിയിച്ചതിനെ തുടർന്ന് ബാക്കിയുള്ള പോലീസുകാരൊക്കെ എത്തി. വാർഡൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വാർഡൻ ഇപ്പം നേരെ വരുന്ന പോളിന്റെ അടുത്തേക്കാണ്. അയാളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ജോലി പോയിട്ടായാലും നിങ്ങളെല്ലാവരെയും ഞാൻ സംരക്ഷിക്കും. കാരണം അത്രമാത്രം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു മരണത്തിന് എൻ്റെ വീട്ടിൽ നടന്നതുമായിട്ട് വല്ല ബന്ധമുണ്ടോന്നാണ്. അത് കേൾക്കുമ്പോൾ ഒരു ബന്ധവുമില്ല എന്നാണ് പോൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. പോൾ ഇപ്പം വളരെ സങ്കടപ്പെട്ടാണ് വീട്ടിലിരിക്കുന്നത്. ഈ സമയത്താണ് അയാളുടെ ഭാര്യ അങ്ങോട്ട് വരുന്നത്. കോഫിയെക്കുറിച്ച് ഓർത്തിട്ടാണ് അയാളുടെ സങ്കടം എന്ന കാര്യം അയാളുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. അവളിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെന്ന് എഡിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വധശിക്ഷ ഒഴിവാക്കിക്കൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നടക്കത്തില്ല ജാൻ, ഇനി ഈ വധശിക്ഷ ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നാണ് പോൾ വളരെ സങ്കടത്തോടെ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്ന് രാത്രിയാണ് കോഫിയെ കൊല്ലാൻ പോകുന്നത്. അത് പറയാൻ വേണ്ടി പോളും കൂട്ടരും കൂടെ കോഫിയുടെ സെല്ലിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവസാനമായിട്ട് വല്ല ആഗ്രഹമുണ്ടോ? ഞാൻ ഏതെങ്കിലും വൈദികനെ അങ്ങോട്ട് വിളിക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ എന്നാണ് പോള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വൈദികനൊന്നും വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. അന്ന് നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ ഒരു കേക്ക് നിങ്ങൾ എനിക്ക് കൊണ്ടു തന്നിട്ടില്ലായിരുന്നോ? ഇന്ന് എനിക്കത് കുറച്ച് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല ഞാൻ ഈ സിനിമയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിനിമയും കൂടെ എന്നെ ഒന്ന് കാണിക്കണം എന്നാണ് കോഫി പറയുന്നത്. വളരെ സങ്കടത്തോടെയാണ് പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാളത് പറഞ്ഞു കഴിയുമ്പോൾ പോൾ മറ്റൊരു കാര്യം കൂടെ കോഫിയുടെ അടുത്ത് പറയാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ആലോചിച്ചിട്ട് മാത്രമേ എന്നോടൊരു ഉത്തരം പറയാൻ പാടുള്ളൂ. നിനക്കറിയാലോ, ഞാനാണ് ഈ ജയിലിന്റെ ഇൻചാർജ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഈ ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കാൻ പറ്റും. അങ്ങനെ വരുമ്പം ആരും കാണാതെ നിനക്ക് ഓടി രക്ഷപ്പെട്ടൂടെ എന്നാണ് പോൾ ചോദിക്കുന്നത്. എന്നാൽ കോഫിയുടെ മറുപടി വേണ്ടാന്നായിരുന്നു.
ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? ഇത് എനിക്കുള്ള ശിക്ഷയല്ലേ, ഇത് ഞാൻ അനുഭവിച്ചോളാം. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല കോഫി. ഞാൻ മരിച്ച് സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ദൈവത്തിനെ കാണേണ്ടി വരും. ആ സമയത്ത് ദൈവം എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ഞാൻ ഭൂമിയിലേക്ക് വിട്ട ഒരു അത്ഭുതത്തെ നീ എന്തിനു കൊന്നു കളഞ്ഞുവെന്ന്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിനോട് ഞാൻ എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നാണ് പോൾ ചോദിക്കുന്നത്. അത് കേൾക്കുന്ന കോഫി പോളിന്റെ കയ്യിലൊന്ന് പിടിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ടെന്ന്, പക്ഷെ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ഈ ഒരു മരണശിക്ഷ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് ശരിക്കും മടുത്തു. മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ ദുഷ്ടത്തരവും എല്ലാം കണ്ട് എൻ്റെ തലയ്ക്കകത്തേക്ക് കയറി എനിക്ക് തീരെ വയ്യാണ്ടായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതുപോലൊരു ജീവിതം എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് തന്നെ ഇപ്പം മരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് കോഫി പറയുന്നത്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് പോളൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ കോഫിയെ കൊല്ലേണ്ട സമയമായി. ആൾക്കാരൊക്കെ ആ റൂമിനകത്ത് കൂടിയിട്ടുണ്ട്. ആ മരിച്ചുപോയ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അവിടെ. അങ്ങനെ പോലീസുകാരെല്ലാം കോഫി അവിടുത്തെ ആ ചെയറിലേക്ക് ഇരുത്താണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ റൂമിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഒരു കുറ്റവാളിയെ കൊല്ലാൻ കൊണ്ടുവന്നപ്പം അവിടെ കാണാനിരിക്കുന്നവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. എന്നാൽ പോലീസുകാരാണെങ്കിൽ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ആ പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കോഫി ഇന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ കറുത്ത തുണി കൊണ്ട് കോഫിയുടെ മുഖം മൂടുമ്പോൾ കോഫി ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് ഇരുട്ട് പേടിയാണ്, അതുകൊണ്ട് ഈ മുഖം മറയ്ക്കുന്ന പരിപാടി ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന്. അവൻ്റെ ആഗ്രഹമായതുകൊണ്ട് പോലീസുകാരത് മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കറക്റ്റ് 10 മണിയാകുമ്പോൾ പോൾ അയാളെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് അവർ കോഫിയുടെ ശരീരത്തിലേക്ക് കറണ്ട് അടിക്കാൻ തുടങ്ങി. അയാളിങ്ങനെ വെന്തു മരിക്കുന്നത് വളരെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പോൾ. അങ്ങനെ കോഫി മരിച്ചെന്ന് ഉറപ്പായി കഴിയുമ്പോൾ അവർ അയാളുടെ ബോഡി പുറത്തേക്ക് ഇറക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്ലാഷ് ബാക്കിലെ സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് നേരെ വയസ്സനായ പോളിന്റെ അടുത്തേക്ക് പോവാം. ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോൾ എല്ലിയുടെ അടുത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതായത് കോഫിയുടെ മരണത്തോടെ പോളും കൂട്ടരും ആ ജയിലിലെ ജോലിയൊക്കെ രാജിവെച്ചു. പിന്നീട് എന്തോ ആ ജോലി ചെയ്യാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് പോൾ എല്ലിയും കൂട്ടി നേരെ പോകുന്ന ആ കാട്ടിലേക്കാണ്. അയാൾ ഡെയിലി രാവിലെ വരാറുണ്ട് എന്ന് പറഞ്ഞൊരു ഷെഡ് ഉണ്ടല്ലോ, അങ്ങോട്ടാണ് പോൾ ഇപ്പോൾ എല്ലിയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടേക്ക് ചെന്നതിന് ശേഷം പോള് ജിംഗിൾസിനെയാണ് എലിക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. ഇത് നിങ്ങളുടെ ജയിലിലുണ്ടായിരുന്ന എലിയാണോ? ഇത്രയും വർഷമായിട്ട് ഇതെങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. ഈ സമയത്താണ് അവൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ പോള് പറയുന്നത്. ഈ കഥകളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് 44 വയസ്സായിരുന്നു. എന്നാൽ ഇപ്പത്തെ എൻ്റെ പ്രായം 108 വയസ്സാണ്. ഇപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ മരിക്കാത്തതെന്ന്. ഡെല്ലിനെ കൊല്ലുന്ന സമയത്ത് ഈ ജിംഗിൾസ് ഉണ്ടായിരുന്നത് കോഫിയുടെ കയ്യിലായിരുന്നു. ആ സമയം ഡെല്ലിന്റെ ആ വേദനകൾ മുഴുവൻ ഏറ്റെടുക്കുമ്പോൾ കോഫി തന്റെ ആയുസിൽ കുറച്ചു ഭാഗം ജിംഗിൾസിന് കൊടുത്തു. മാത്രമല്ല വില്യം ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കോഫി എന്റെ കയ്യിലും പിടിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് കുറെ ആയുസ് അയാൾ എനിക്കും തന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ 2 പേരും ഇത്രയും വർഷമായിട്ട് മരിക്കാത്തത്. ഒരുപക്ഷെ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരിക്കും അത്. എന്നാൽ യഥാർത്ഥത്തിൽ അതെനിക്ക് കിട്ടിയൊരു ശിക്ഷയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എൻ്റെ ഭാര്യ മരിച്ചത് എനിക്ക് കാണേണ്ടി വന്നു, എൻ്റെ മകൻ മരിച്ചത് എനിക്ക് കാണേണ്ടി വന്നു, എൻ്റെ കൊളീഗ്സ് എല്ലാവരും മരിച്ചു, അതൊക്കെ എനിക്ക് കാണേണ്ടി വന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീയും മരിക്കും, അതും എനിക്ക് കാണേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞ ദൈവമുണ്ടാക്കിയ മഹാസൃഷ്ടിയെ കൊന്നതിന് ദൈവം തന്നെ എനിക്ക് തന്നൊരു ശിക്ഷയാണത് എന്നൊക്കെയാണ് പോൾ ഇപ്പോൾ എല്ലിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ പറഞ്ഞ പോലെ തന്നെ എല്ലിയും മരിച്ചു. എന്നാൽ പോളിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. എല്ലിയുടെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് അയാളിപ്പോൾ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഈ സമയം അയാളുടെ ആലോചനയിൽ അയാളെ ഞെട്ടിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു എലിയെ അവൻ ഇത്രയും കാലം ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഇനി എത്ര കാലം ജീവിക്കും? എല്ലാ രാത്രികളിലും ഈ ഒരു കാര്യം ഓർത്തിട്ടാണ് അയാൾ കിടന്നുറങ്ങാറുള്ളത്. ഇതോടുകൂടെ 1999 ഇറങ്ങിയ ദ ഗ്രീൻ മൈൽ എന്ന സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? കിടിലൻ സിനിമയല്ലായിരുന്നു? ക്ലാസിക് ഐറ്റം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.